ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് ഒരു തുടർച്ച യു.ഡി.എഫ് സർക്കാർ വന്ന സാഹചര്യത്തിൽ ഉണ്ടാവുകയാണ്. പി വിജയനെതിരായ എം.ആർ. അജിത്കുമാറിന്റെ ഉൾപ്പെടെ കണ്ടെത്തലുകളെ തള്ളി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പച്ചക്കൊടി നൽകുകയാണ് സർക്കാർ. ആ റിപ്പോർട്ട് കാണാം. ശേഷം പ്രൈം 7 ശ്രീജയ. നമസ്കാരം. പുണ്യം പൂങ്കാവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ADGP പി വിജയന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. മാത്രമല്ല ADGP എം.ആർ. അജിത്കുമാറിന് തിരിച്ചടി കൂടിയാണ് ഈ ഉത്തരവ്. പുണ്യം പൂങ്കാവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ കണ്ടെത്തൽ. വിശദമായ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ആ പരിശോധനയിൽ പി വിജയന്റെ വിശദീകരണം തേടിയിരുന്നു. പി വിജയൻ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്നാണ് അന്വേഷണ സമിതിയുടെ വിലയിരുത്തൽ. ക്രമക്കേട് ആരോപണം സംബന്ധിച്ച് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും സമിതി വിലയിരുത്തുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുണ്യം പൂങ്കാവനം തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങി. ശബരിമലയിലെയും പൂങ്കാവനത്തിലെയും ശുചീകരണവുമായി ബന്ധപ്പെട്ട് പി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് ആരംഭം കുറിച്ചത്. പിന്നീട് ഹൈക്കോടതി ഇതിന് പിന്തുണ നൽകുകയും ചെയ്തു. എരുമേലിയിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയാണ് പുണ്യം പൂങ്കാവനത്തിന് തിരിച്ചടിയായത്. ശബരിമല നോഡൽ ഓഫീസറായിരുന്ന എം.ആർ. അജിത്കുമാർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടാണ് പുണ്യം പൂങ്കാവനത്തിന് തിരിച്ചടിയായത്. അന്ന് നൽകിയ റിപ്പോർട്ടിൽ പുണ്യം പൂങ്കാവനത്തിൽ വ്യാപക ക്രമക്കേടെന്നായിരുന്നു എം.ആർ. അജിത്കുമാറിന്റെ വാദം. ഈ റിപ്പോർട്ട് പരിഗണിച്ച ഹൈക്കോടതിയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചത്. ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ പി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. പുതിയ സർക്കാർ വന്ന ശേഷം ശബരിമല നോഡൽ ഓഫീസറായി പി വിജയനെയാണ് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യം പൂങ്കാവനവുമായി പി വിജയന് ഇനി ധൈര്യമായി മുന്നോട്ട് പോകാം.